ഹായ്, മുസാഫിറാണ്. ഞങ്ങളുടെ ലഡാക്ക് കേരള ടു ലഡാക്ക് യാത്രയുടെ 20ാമത്തെ ദിവസത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് അമൃത്സറിലാണ്. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് മെയിൻ ഗോൾഡൻ ടെമ്പിൾ, പിന്നെ ഇവിടുത്തെ കുറച്ച് ഫുഡ് എക്സ്പ്ലോർ, പിന്നെ നമ്മുടെ ജാലിയൻ വാലാബാഗ്, പിന്നെ വാഗ ബോർഡർ, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ ഒന്ന് കാണണം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ കാണാം. താങ്ക് യു. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഗോൾഡൻ ടെമ്പിൾ പോകണം. അതിനു മുമ്പ് ജാലിയൻ വാലാബാഗിൻ്റെ മറ്റേ സ്മാരകം കാണണം. അതിനൊക്കെ മുമ്പ് ഫുഡ് കഴിക്കണം. ഞങ്ങളിതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 1 മണി 2 മണി ആവാറായി. അപ്പോൾ ഫുഡ് കഴിക്കണം. ആദ്യം പോയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് നടക്കാനിറങ്ങാം. ഇതാണെന്ന് തോന്നുന്നു എൻട്രൻസ്. ഇവിടെ കുറേ കടകളുണ്ട് ഫുഡ് കഴിക്കാനൊക്കെ. ഞങ്ങളിങ്ങനെ വലിച്ച് കയറ്റുന്നുണ്ട്. ഫുഡ് കഴിക്കാനൊക്കെ ഇങ്ങനെ വലിച്ച് കയറ്റുന്നുണ്ട് ഇവർ. ഞങ്ങൾ നല്ലൊരു ഹോട്ടൽ നോക്കി കയറും. ഞങ്ങൾ കഴിക്കുന്ന ഐറ്റം ഇതാണ് കേട്ടോ. ഇവിടെ മറ്റേ ഒരു നല്ലൊരു സ്റ്റൂപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഒരു അറ്റം കാണുന്നുണ്ട്. എനിക്കും ഈ ഗോൾഡൻ ടെമ്പിളിനേക്കാളൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് തോന്നുന്നത് ഇവരെ മറ്റേ തലക്കെട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ല, എന്തോരം രസമാണ് കാണാൻ. ഈ ഒരു തലക്കെട്ടാണ് ഭയങ്കര രസമാണ്. പിന്നെ ഇവിടെ ഒരു ഹൈലൈറ്റ് ചെയ്ത് തോന്നിയത് ചെരുപ്പ് കടകൾ കുറേ ഉണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് കുറേ ചെരുപ്പുകൾ ഇങ്ങനെ കൃത്യമായിട്ട് അടുക്കി വെച്ച് കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലേ. ആ ഒരു ഇതിവിടെ കാണുന്നുണ്ട്. പിന്നെ ചുറ്റും ഇതാണ് ഷോപ്പാണ്. കുറേ ഡ്രസ്സും പിന്നെ ചെരുപ്പ് ഇതൊക്കെ ഉള്ള. അപ്പോൾ ജാലിയൻ വാലാബാഗ് സ്മാരകമാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ 2 സൈഡും ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരമായ ഒരു കാര്യത്തിൻ്റെ സ്മാരകത്തിലോട്ടാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. അവിടെ മ്യൂസിയം ഉണ്ട്. ഇതാണ് ഷഹീദി വെല്ല്. അതായത് തോന്നുന്നത് കൊല്ലപ്പെട്ട ആൾക്കാരൊക്കെ മറമാടിയതോ കുഴിച്ചിട്ടതോ ഇതിലായിരിക്കണം എന്നാണ്. അപ്പോൾ ഈ സ്മാരകങ്ങളൊക്കെ നമ്മൾ അറിയണം. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇന്ത്യയോട് ചെയ്ത ഏറ്റവും ക്രൂരമായ ബ്രിട്ടീഷിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒരു കാര്യമാണിത്. എല്ലാവരും ഒന്ന് വന്ന് കാണാൻ അറിയാം. ഇതാ വെടിവെച്ച ഇതൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ആ ഹോൾസൊക്കെ ഇതിൽ കാണുന്നുള്ള ഹോൾസൊക്കെ അവരന്ന് വെടിവെച്ചതാണ്. 1919 ഏപ്രിൽ 13 ഒരു കലാപത്തിൻ്റെ സൂചന കിട്ടി. ബ്രിട്ടീഷുകാരിലെ ജനറലായ ഡയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഈ ഒരു കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് നൽകിയത്. അതായത് ജാലിയൻ വാലാബാഗിൽ വലിയൊരു 20,000 ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു അവർക്കെതിരെ, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പ്രകോപനത്തിനും അവർ മുതിരാതെ ഡയറക്റ്റ് ഈ ഒരു കൂട്ടക്കൊലയ്ക്ക് ഡയർ ഉത്തരവ് നൽകിയതായിരുന്നു ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ചരിത്രം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്കിവിടെ പോയി കാണാം. ലാഹോർ അന്നത്തെ ഒരു ചരിത്രത്തിൻ്റെ സ്മാരകമാണ്.
പത്രത്തിൽ വന്നതാ ദ ന്യൂസ് ഓഫ് ദ പിറ്റേന്ന് പ്രശ്നം നടന്ന് പിറ്റേന്ന് വന്ന ന്യൂസുകളാണ്. അപ്പോൾ അതുമായിട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണുന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട അതായത് ആ ഒരു കൂട്ടക്കൊലയുടെ നെക്സ്റ്റ് ഡേ വന്ന ന്യൂസ് പേപ്പർ വാർത്തകളൊക്കെയാണ് അവിടെ കാണുന്നുള്ളത്. ശരിക്കും ബ്രിട്ടീഷിൻ്റെ അന്ത്യം, അതായത് അവർ ഇന്ത്യ വിട്ടുപോകാനുള്ള ഒരു വലിയൊരു കാരണമായി, അതായത് അവരോടുള്ള ഒരു വെറുപ്പായി മാറിയ വലിയൊരു സംഭവമായിരുന്നു ഈ ഒരു അവർ ചെയ്ത ഈ ഒരു കൂട്ടക്കൊല. ബുള്ളറ്റ് മാർക്ക്, ഷഹീദ് വെല്ല്, റെസ്റ്റിംഗ് ഏരിയ, വാഷ്റൂം. വെടിയുണ്ട മറ്റൊരു ഭാഗമാണിത്. ആ ഒരു വെടിയുണ്ടകൾ കൊണ്ട സ്ഥലങ്ങളൊക്കെ ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അവിടെ മറ്റൊരു മതിൽ നമ്മൾ കണ്ടു, ഇത് വേറൊരു മതിലാണ് കേട്ടോ. മംഗല കഴിഞ്ഞിട്ട് ഹോള് മാപ്പിള നടക്കും പോലെ ഉണ്ട് ഇപ്പുറത്തെ ഹോള് വന്നിട്ട്. ഇത് ഇവിടെ ഒരു ആൾക്കാർ പറഞ്ഞ കോഡ്സ് എഴുതിയിട്ടുള്ള ഒരു ഇതാണ്. അവിടെ ഒരു തീ കത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു വിളക്ക്. ഇതിൻ്റെ എന്തായാലും ഭാഗമായിരിക്കും, അറിയില്ല. Music licensing reimagined. The ashes of Shahid Udham Singh brought to India. അണയാത്ത തീ അവിടെ കത്തിക്കൊണ്ടുണ്ട്. ജനറൽ ഡയർ ഇയാളാണ് കൊല്ലാൻ ഉത്തരവിട്ടത്. Music licensing reimagined. Artlist.io. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. വ്ളോഗ് കുറച്ച് സമയം കൂടാണെങ്കിൽ പാർട്ട് 2 ആക്കും. ചിലപ്പം ഈ ഒരു ജാലിയൻ വാലാബാഗിൻ്റെ മാത്രമായിട്ട് ഇടാനും മതി. ഓക്കെ, എന്തായാലും കീപ് സപ്പോർട്ടിങ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.